നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം. കഴിഞ്ഞ ദിവസമായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് നോട്ടീസിൽ പറയാതെയാണ് എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ഇത് ചട്ടവിരുദ്ധമാണെന്നും സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ആരോപണം ഒരു കാരണവശാലും രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും വ്യക്തമാക്കി. പരിശോധിക്കുമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. എല്ലാം ബെക്കാടിക്ക് വേണ്ടിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതായത് സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഉയർത്തിയത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബഡ്ജറ്റ് ഷെഡ്യൂളിൽ മനസ്സിലാകുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്നും അത് ഗൗരവമുള്ള വിഷയമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കർണാടകയിലെ മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഈ നീക്കമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സ്വകാര്യ മദ്യ കമ്പനിയായ ബെക്കാടിക്ക് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. പിന്നാലെയാണ് ഈ പരാമർശം സഭാരേഖകളിൽ നീക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ബഹളമുണ്ടായി. കർണാടകയിലെ ബെക്കാടി കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു നികുതി ഇളവ് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് വലിയ രീതിയിലുള്ള ഭരണപക്ഷ ബഹളത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നാലെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞുകൊണ്ടൊരു ഇടപെടൽ നടത്തി. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. നടുത്തളത്തിൽ ഇറങ്ങുന്നു. സ്പീക്കറിന്റെ ഡയസിന് മുന്നിലെത്തി അവർ പ്രതിഷേധം അറിയിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, ഞാൻ വച്ചാൻ വാർഡിനെ വിളിക്കില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. സംസ്ഥാനത്ത് വലിയ തോതിൽ മദ്യം ഒഴുക്കാനുള്ള നയത്തിന്റെ ഭാഗമാണ് നികുതി ഇളവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. നിലവിലുള്ള 251% നികുതി 120% സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള മദ്യം സാർവത്രികമാക്കാനുള്ള നീക്കം അനുവദിക്കാൻ പറ്റില്ല. ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിലേക്കാണ് ഇത് എത്തിക്കുകയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചട്ടപ്രകാരമല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചതെന്നും സർക്കാരിന് മറുപടി പറയാൻ അനുമതിയില്ലാത്തത് കൊണ്ട് ആരോപണ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അദ്ദേഹം ആരോപിച്ച ആരോപണം, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിന്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബെക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേപോലെ ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ?
അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി. അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ ഞാനൊരു കാര്യം പറയാ. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങയെപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയിൽ നിന്ന് ഞാൻ നീതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് വലിയ ഗുരുതരമായ പ്രത്യാഘാതമാണ്. അതാണ് സംഭവിക്കുന്നത് എന്ന് നാം കാണണം. ഇന്നും നാളെയുള്ള ചർച്ചകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഇത് കൺക്ലൂഡ് ചെയ്യും. അങ്ങയുടെ റൂളിംഗ് ആണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അങ്ങ് കഠിനമായി നിൽക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല, ഞാൻ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ലഹരിയുടെ ആപത്തിനെ കുറിച്ച്. ആ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് വരുന്നത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സഹകരിക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് ചെയറുമായിട്ട് സഹകരിക്കും പ്ലീസ്. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ പ്ലീസ്.